വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളം. എവർക്കും ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് മുംബൈ സിറ്റിയുടെ ട്രാൻസ്ഫറും ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫറുമാണ് പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വിട്ടിട്ടെടുക്കാം. അതിനുമുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓൾ ടച്ച് കൊണ്ട് വീഡിയോ കാണുവാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇന്ത്യൻ ഫുട്ബോൾ അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ പുറത്തുവിടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിട്ടിട്ടെടുക്കാം. ആദ്യം തന്നെ പറയട്ടെ, മുംബൈ സിറ്റിയുടെയും എഫ് സി ഗോവയുടെയും ആരാധകർ വന്നിട്ട് ഈ ടീമുകളെ പറ്റി ചില അപ്ഡേറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ മുംബൈ സിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആൽബർട്ടോ നെഗുവേര ടീം വിടുമോ എന്നുള്ള കാര്യം ഒരു ആരാധകൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ട് സാധ്യത ഉണ്ട് എന്ന്. അപ്പം അദ്ദേഹം 98% സാധ്യതയാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ കൽപ്പിക്കുന്നത്. അതായത് ഏകദേശം സൈൻ ചെയ്തു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സൈൻ ചെയ്യാൻ പോവുകയാണ്, മറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് എന്നുള്ള രീതിയിലാണ് 98% അവർ കാണിക്കുന്നത്. അതായത് ബംഗളൂരു ഏകദേശം സൈൻ ചെയ്തതുപോലെ തന്നെയാണ് ഇപ്പോൾ ആൽബർട്ടോ നെഗുവേരയുടെ കാര്യം എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അടുത്തത് എഫ് സി ഗോവയുടെ അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ, എഫ് സി ഗോവ പ്ലേയേഴ്സ് ടീം വിടുന്നതല്ലാതെ എഫ് സി ഗോവ ഒരു പ്ലെയറെ സൈൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള റൂമറുകളൊന്നും അധികം അങ്ങനെ കണ്ടുവരുന്നൊന്നുമില്ല. അതിന് കാരണം ടീം മാനേജ്മെൻറ്റ് പ്ലേയേഴ്സിന് നോക്കി വെക്കുന്നേ ഉണ്ടാവുന്നുള്ളൂ. ചർച്ചകളും കരാറിലേക്കൊക്കെ കടക്കാനാവുന്നേ ഉണ്ടാവുന്നുള്ളൂ. അതിനൊക്കെ സമയമാവുന്നേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കണം അങ്ങനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്ലേയേഴ്സിനെയൊക്കെ നോക്കി വരുന്നേ ഉണ്ടാവുള്ളൂ എഫ് സി ഗോവ മാനേജ്മെൻറ്റ്. ഇതായിരിക്കണം എഫ് സി ഗോവയുടെ റൂമറിനെ പറ്റിയൊന്നും റൂമറുകളൊന്നും കേൾക്കാത്തത്. അപ്പോൾ എഫ് സി ഗോവയിലേക്ക് പ്ലേയേഴ്സ് വരുന്നു എന്ന റൂമറുകളൊന്നും ഇപ്പം വരുന്നില്ല. അതെന്തായാലും കണ്ടു തന്നെ അറിയാം. ഇതുവരെ അങ്ങനെ റൂമറുകളൊന്നും പ്രചരിച്ചിട്ടില്ല. ഇനി അടുത്തതായി ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കോൺട്രാക്റ്റ് എക്സ്റ്റൻഷനും ഒരു സൈനിങ്ങും നടന്നിട്ടുണ്ടെന്നാണ് പറയാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷനെ പറ്റി സംസാരിക്കാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ വർഷം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ലെഫ്റ്റ് ബാക്കായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ നവോച്ച സിംഗിനെ 2025 വരെ ബ്ലാസ്റ്റേഴ്സ് കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തതായി ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സിൽ കഴിഞ്ഞ സീസണിൽ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു താരമാണ് നവോച്ച സിംഗ്. താരത്തിന് ഒരു വർഷത്തെ കൂടി കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. 1.8 കോടി രൂപയാണ് താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ. 24-കാരനാണ് താരം ഒരു ഡൂറൻഡ് കപ്പ് ഉൾപ്പെടെ 2 ഐ ലീഗ് കപ്പുകളും നേടിയിട്ടുണ്ട് മുൻപ് കളിച്ച ടീമുകളിൽ. അടുത്തതായി ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു സൈനിങ് ചെയ്തതായി അറിയാൻ സാധിക്കുന്നു. മാർക്കസ് മെർഗുലാവോ കാര്യം കൺഫേം ചെയ്യുന്നുണ്ട്. പ്രമുഖ മാധ്യമപ്രവർത്തനായിട്ടുള്ള എഫ് സി ഗോവയിലുള്ള മാധ്യമപ്രവർത്തനായിട്ടുള്ള മാർക്കസ് മെർഗുലാവോ, അതായത് ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ കീപ്പറെയാണ് സൈൻ ചെയ്തിട്ടുള്ളത്. ഐസ്വാൾ എഫ് സി താരമായിട്ടുള്ള സച്ചിൻ സുരേഷിൻ്റെ താഴെയായിട്ട്, അതായത് കരഞ്ജിത്തിന് പകരക്കാരനായിട്ടായിരിക്കണം. കാരണം സച്ചിൻ താഴെയായിട്ട് വരുന്നത് കരഞ്ജിത്താണ്. അപ്പോൾ കരഞ്ജിത്തിന് പകരക്കാരനായിട്ടായിരിക്കണം ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ കീപ്പറെ സൈൻ ചെയ്തതായി നമ്മുടെ മാർക്കസ് മെർഗുലാവോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഐസ്വാൾ എഫ് സി താരം 25-കാരനായിട്ടുള്ള നോറ ഫെർണാണ്ടോ എന്ന് പറയുന്ന താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തതായി അറിയാൻ സാധിക്കുന്നത്. 25-കാരനാണ്. ഐസ്വാൾ എഫ് സിയുടെ താരമാണ്. 17 മത്സരങ്ങളിൽ നിന്ന് ഐസ്വാൾ എഫ് സിക്ക് വേണ്ടി 5 ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കിയിട്ടുള്ള താരമാണ് കഴിഞ്ഞ സീസണിലെ താരം നോറ ഫെർണാണ്ടോ എന്ന് പറയുന്നത്. ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ ഈ ചില അപ്ഡേറ്റുകൾ. ചാനൽ സബ്സ്ക്രൈബ്